യേശു പറയുകയാണ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. 17-ാമത്തെ വാക്യം, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ആമേൻ. യേശുവിനെ ഒരാൾ വിശ്വസിക്കുമ്പോൾ ചിലർ പറയുന്നു ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലോട്ട് മാറുകയാണ്. എന്നാൽ യേശുവിനെ വിശ്വസിക്കുമ്പോൾ മതം മാറുകയല്ല. യേശുവിനെ അറിയുമ്പോൾ നീ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരികയാണ്, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വരികയാണ്. അങ്ങനെ യേശുവിനെ അറിയുന്ന ഒരാളുടെ ലൈഫിൽ അന്ന് തൊട്ട് അത്ഭുതങ്ങൾ നടക്കും. അവൻ ജീവനോടിരിക്കുന്നുവെന്നും അവൾ അവനെ കണ്ടു എന്നും അവർ കേട്ടപ്പോൾ വിശ്വസിച്ചില്ല. യേശു ഉയർത്തെഴുന്നേറ്റ് കല്ലറയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ കല്ലറ കാണാൻ പോയ സഹോദരിമാർ വന്ന് യേശുവിൻ്റെ 11 ശിഷ്യന്മാരോടും പറഞ്ഞു, യേശു എന്തോ ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. യേശുവിൻ്റെ കൂടെ 3.5 വർഷം നടന്നവരാണ്. പക്ഷെ അവരെന്തോ ചെയ്തില്ല? വിശ്വസിച്ചില്ല. ഇനി 13-ാമത്തെ വാക്യം, അവർ പോയി ശേഷമുള്ളവർ അറിയിച്ചു, അവരുടെ വാക്കും അവർ വിശ്വസിച്ചില്ല. അവരും എന്തോ ചെയ്തില്ല? വിശ്വസിച്ചില്ല. ഇനി 14-ാമത്തെ വാക്യം, പിന്നത്തേതിൽ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായകയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. കണ്ടോ? വിശ്വസിക്കാത്ത ഒരു കൂട്ടരുടെ നടുവിൽ എന്തു വിശ്വസിക്കുന്നില്ല? യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് അവരെന്തോ ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. യേശുവിൻ്റെ കൂടെ നടന്നവരാണ്, യേശുവിൻ്റെ നിന്നും അത്ഭുതങ്ങൾ കണ്ടവരാണ്, പക്ഷേ അവർ വിശ്വസിക്കുന്നില്ല. എന്നാൽ യേശു പറയുകയാണ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അടുത്ത പദം, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്ത് വിശ്വസിക്കണം? യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റു. പക്ഷെ ബൈബിൾ പറയുന്നു, ഇത് വിശ്വസിക്കുന്നവരുടെ അടുക്കൽ അത്ഭുതങ്ങൾ റെഡിയായി നിൽക്കും. അപ്പം 3 പ്രാവശ്യം പറയുകയാണ്, അവർ വിശ്വസിച്ചില്ല, വിശ്വസിച്ചില്ല, വിശ്വസിച്ചില്ല. പക്ഷെ യേശു പറഞ്ഞു, ഇതാരെങ്കിലും വിശ്വസിച്ചാൽ അവരുടെ കൈകളാൽ അത്ഭുതങ്ങൾ നടക്കും. നിനക്കെതിരെ മന്ത്രവാദം ചെയ്ത എന്നാ കാരണം? യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്ന് നിന്റെ കൂടെ വരാൻ പോവാ. നിന്റെ പ്രശ്നത്തിനകത്തോട്ട്, നിന്റെ പ്രതിസന്ധിക്കകത്തോട്ട്, നിന്റെ വെല്ലുവിളിക്കകത്തോട്ട്, കൂരിന് താഴ്വരെ കൂടെ നീ നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. ഞാൻ മരിച്ചുയർത്തെഴുന്നേറ്റ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നിന്റെ വീട്ടിൽ ജപ്തി നടക്കത്തില്ല, നിന്റെ വീട്ടിലെ മരണം നടക്കത്തില്ല, നിന്റെ വീട്ടിലെ തകർച്ച നടക്കത്തില്ല. കാരണം എന്താണ്? യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന വിശ്വസിക്കുന്നവരാൽ. എന്തോ വിശ്വസിക്കുന്നവരാൽ? യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. ഇതിനകത്ത് 100 കണക്കിന് മക്കളുണ്ട്. ഇന്ന് പകൽ പോകുമ്പം ഒന്നും അറിയത്തില്ലേ, ഒറ്റ കാര്യം കൊണ്ട് പോയാൽ മതി, ജീസസ് ഈസ് അലൈവ്, യേശു സിന്ദാ ഹേ, യേശു ജീവിക്കുന്നു.